ഇപ്പോൾ സാധാരണ പോലെ യാത്രകളില്ല. എന്നാൽ ഓണമാണൊന്ന് പുറത്തേക്ക് ഇറങ്ങണമല്ലോ. പെട്രോളിന് ഇപ്പം എന്താ വില? പെട്രോളിൻ്റെ വില നോക്കിയാൽ ബൈക്ക് എടുക്കാൻ തോന്നുമില്ല. പക്ഷേ ബൈക്ക് ഓടിച്ചിട്ട് കുറേ ആയി താൻ. വേണ്ട, ഇന്നിപ്പോൾ എയ്ത്തറിലങ്ങ് പോവാം. ഇന്നലെ രാത്രി കുത്തിയിട്ടുണ്ട്, അത്യാവശ്യം ചാർജൊക്കെ കാണും. എന്തിനു വെറുതെ പെട്രോൾ എത്തിക്കണം. പിന്നിലേക്ക് പോകാൻ തള്ളൊന്നും വേണ്ട, അതും റിവേഴ്സ് ഗിയർ ഉണ്ട്. അതുകൊണ്ട് തന്നെ ചുമ്മാ റിവേഴ്സ് ആക്കിയിട്ട് ആക്സിഡൻറ്റ് കൊടുത്ത് അങ്ങ് പോകും. അപ്പോൾ തിരിക്കാനും എളുപ്പമാണ്. കണ്ടില്ലേ, പോണ പോക്ക് കണ്ടില്ലേ? ഇത് എയ്ത്തർ 450X ആണ്. ഇന്ന് ഇതിലാണ് യാത്ര. സിറ്റിയിൽ ഓടിക്കാൻ ഈക്കോ മോഡ് മതി. പക്ഷേ എനിക്കെന്തോ വാർപ്പ് മോഡാണ് ഏറ്റവും ഇഷ്ടമായിട്ട് തോന്നുന്നത്. ഇടയ്ക്ക് സ്പോർട്ട് മോഡാക്കി, പിന്നെ റൈഡ് മോഡാക്കി, ഈക്കോ മോഡൊന്നും ആക്കി നോക്കി. പക്ഷേ ഓടിക്കാനായിട്ട് ആ ഒരു ഫീലും ഫണ്ണൊക്കെ കിട്ടുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടം ഈ ഒരു വാർപ്പ് മോഡാണ്. അപ്പോൾ എപ്പോഴും അതാണ് യൂസ് ചെയ്യുന്നത്. പൂ മേടിച്ചേക്കാം. ഓണക്കാലം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ തിരക്കൊക്കെ നിറത്തിൽ കാണാം. ഇപ്പോൾ പൂക്കളാണെങ്കിലും അല്ലെങ്കിൽ എന്താ പറയുക, ആ ഒരു ആവേശം അത്രയ്ക്കൊന്നും ഇല്ലെങ്കിൽ കൂടി വിൽപ്പനയൊക്കെ തകൃതിയെ നടക്കുന്നുണ്ട്. പൂ വിൽക്കുന്നിടത്ത് നിന്നപ്പോൾ ചേച്ചി ചോദിച്ചു, ഇതെന്താണ് നമ്പർ പ്ലേറ്റ് പച്ച എന്നുള്ളത്. അപ്പോൾ ഇലക്ട്രിക് വണ്ടിക്ക് നമ്പർ പ്ലേറ്റ് പച്ചയാണെന്ന് പറഞ്ഞു കൊടുത്തു. വീണ്ടും വാർപ്പ് മോഡിൽ 40 കിലോമീറ്റർ എത്താനായിട്ട് ഏകദേശം 4 സെക്കൻഡ് വേണ്ട. ഫാസ്റ്റാണ് കാര്യങ്ങളൊക്കെ. 85 കിലോമീറ്റർ റേഞ്ച് ഇതിൻ്റെ. പക്ഷെ വാർപ്പ് മോഡാക്കി കഴിഞ്ഞാൽ അത് നേരെ പകുതിയാകും. എന്നാലും സാരമില്ല, ഫണ്ണാണല്ലോ മുഖ്യം. രണ്ട് വീലിലും ഡിസ്ക് ബ്രേക്ക് ആകണ്ടേ, പിടിച്ച് നിന്ന സ്ഥിതിക്ക് കുറച്ച് പച്ചക്കറി മേടിക്കാം. ഇനി വേണമെങ്കിൽ റൈഡ് മോഡിട്ടൊന്ന് ഓടിച്ചു നോക്കാം. മറ്റു മോഡുകളും നോക്കണമല്ലോ. പക്ഷെ ഒരു ഇത്തിരി നേരം വീണ്ടും വാർപ്പിലേക്ക്. ഇത് മാറ്റാൻ തോന്നുന്നില്ലല്ലോ. അതെന്താ കാര്യം എന്നറിയോ? കൈ കൊടുത്താൽ പോകുന്നതുകൊണ്ടാണ്. കൈ കൊടുത്താൽ പോകുന്ന ഫീലാണ്. അതാണ് വാർപ്പ് മോഡിന്റെ പ്രത്യേകത. ഹൈവേയിൽ ഈക്കോ മോഡ് തീരെ പോരാ. മിനിമം സ്പോർട്സ് മോഡെങ്കിലും വേണം. റേഞ്ചിൽ ചെറിയ കുറവേ വരൂ, എന്നാൽ നല്ല പെർഫോമൻസ് ആണ്. 4 മോഡുകളാണ് ഇതിലുള്ളത്: ഈക്കോ, റൈഡ്, സ്പോർട്ട്, വാർപ്പ്. ഓരോ മോഡിന്റെ സ്വഭാവം തികച്ചും വ്യത്യസ്തമാണ്. വാർപ്പ് മോഡാണ് ഭീകരം. ഫുൾ ചാർജ് ചെയ്തപ്പോൾ കാണിച്ച റേഞ്ച് എന്ന് പറയുന്നത് 85 കിലോമീറ്റർ ആണ്. ഈക്കോ മോഡിലാണത്. അത് വാർപ്പ് മോഡിൽ നേരെ പകുതിയാകുമെന്ന് പറഞ്ഞല്ലോ. എന്നാലും ഇടയ്ക്കൊക്കെ മാറ്റി നോക്കണം. കാരണം ആ ഒരു ഫീലൊന്ന് വേറെ തന്നെയാണ്. എയ്ത്തറിനൊരു പബ്ലിക് ഫാസ്റ്റ് ചാർജിങ് നെറ്റ്വർക്ക് ഉണ്ട്, എയ്ത്തർ ഗ്രിഡ്. കൊച്ചിയിൽ തന്നെ 5 ലൊക്കേഷൻസ് ഉണ്ട്. അവിടെ ചാർജ് ചെയ്യണമെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് 15 കിലോമീറ്റർ പോലുള്ള ചാർജ് ആവും. വെള്ളം തട്ടാത്ത, അതായത് വാട്ടർ റെസിസ്റ്റന്റ് ആയിട്ടുള്ള ബാറ്ററി പാക്കാണ്. അപ്പോൾ സേഫ്റ്റിയുടെ കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ബെൽറ്റ് ഡ്രൈവാണ്. പിന്നെ പിന്നിൽ മോണോഷോക്കും. അപ്പോൾ നല്ല കംഫർട്ടും നല്ല റൈഡ് ക്വാളിറ്റിയും തരുന്നുണ്ട്. എന്ന് വെച്ചാൽ മികച്ച സസ്പെൻഷനാണ് എയ്ത്തറിന് അർത്ഥം. 2 മോഡലുകളുണ്ട് എയ്ത്തറിന്: 450+, 450X. ഇതിന്റെ കൊച്ചിയിലെ എക്സ്ഷോറൂം വില ഏകദേശം രൂപമാണ്. യഥാക്രമം 1,27,916 രൂപയും 1,46,926 രൂപയുമാണ്. 6 കിലോവാട്ടാണ് എയ്ത്തർ 450Xന്റെ പവർ. കൂടാതെ 26 ടോർക്കുമുണ്ട്. ഇപ്പോൾ
സിറ്റി ട്രാഫിക്കിൽ നമ്മൾ ചെറിയ ചെറിയ ഗ്യാപ്പൊക്കെ കാണുമ്പോൾ അവിടെ കുത്തിക്കയറ്റി വേഗം അങ്ങ് പോകാമെന്നുള്ളത്, അതായത് പെട്ടെന്ന് തന്നെ കയറി പോകാമെന്നുള്ളതും, ഇനി ഹൈവേയിലെത്തുമ്പോൾ കൈ കൊടുത്താൽ അതിനനുസരിച്ച് പ്രതികരിക്കുന്ന ഒരു സ്വഭാവമാണ് ഏത്തറിനുള്ളത്. ഇപ്പോൾ ഏത് മോഡിലാണെങ്കിലും അത്യാവശ്യം പവറൊക്കെ ഉണ്ട്. ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ ഈക്കോ മോഡിലാണെങ്കിൽ തന്നെ ഇപ്പോൾ നമ്മൾ ഓടിച്ചിട്ടുള്ള മറ്റ് പല ഇലക്ട്രിക് സ്കൂട്ടറുകളും ചെറിയ സ്കൂട്ടറുകളൊക്കെ നമുക്കൊരു ചെറിയൊരു ലാഗ് അല്ലെങ്കിൽ ആ ഒരു ആക്സിലേറ്റർ പിടിക്കുമ്പോൾ അതൊന്ന് ആ ഒരു കോൺടാക്ട് ഇട്ടാൻ ഒരു സെക്കൻഡ് ഡിലേ നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെയുള്ള ഒന്നും തന്നെ ഏത്തറിനില്ല. സീംലെസ് ആണ്. അതായത് ചുമ്മാ കൈ കൊടുത്താൽ അങ്ങ് കയറി പോകുന്നൊരു ഫീൽ തന്നെ ഉള്ളത്. അപ്പോൾ ഓടിക്കാൻ നല്ല രസമുണ്ടെന്നുള്ളത് എടുത്തു കൊണ്ടൊരു കാര്യമാണ്. സ്കൂട്ടറുകളെ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ഇൻസ്റ്റൻറ്റിനിയസ് ആയിട്ടുള്ള സ്കൂട്ടർ എന്ന് പറയാം. ഇപ്പോൾ ടോപ്പ് സ്പീഡ് ഏകദേശം 90 കിലോമീറ്റർ ആണല്ലോ. അപ്പോൾ ആ ഒരു സ്പീഡിലെത്താനായിട്ട് അധികം പണിയൊന്നുമില്ല. അപ്പോൾ ഏറ്റവും വലിയ മോഡായിട്ടുള്ള വാർപ്പ് മോഡിൽ വേഗം തന്നെ എത്തുന്നുണ്ട്. അതായത് 0 to 40 എന്ന് പറയുന്നത് 3.3 സെക്കൻഡൊക്കെയാണ് പറയുന്നത്, ഏകദേശം 4 സെക്കൻഡ് താഴെ. അതുകൊണ്ടൊക്കെ തന്നെ നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു നേച്ചറാണ് ഈ ഒരു Ather 450X ഉള്ളത്. ഓടിക്കാൻ നല്ല രസമുണ്ട്, നല്ല ഫണ്ണാണ് സ്കൂട്ടർ. തീരെ സുപരിചിതമല്ലാത്തൊരു രൂപമാണ് Atherന്. നല്ല ബിൽഡ് ക്വാളിറ്റിയാണ്. ഇപ്പോൾ മുന്നിലെ ഡിസ്ക് ബ്രേക്കുകളും അലോയ് വീൽസും കാണാം. ആ അലോയ് വീലിൻ്റെ മുകളിലുള്ള ബോർഡറും കൂടാതെ ഫോർക്കിന് കൊടുത്ത ഇൻഡിക്കേറ്ററും LED ഹെഡ് ലാംപ്സും വലിയ ആ ഒരു ഫേഷ്യ അല്ലെങ്കിൽ എന്താ പറയുക ആ ഒരു ഹാൻഡിൽ ബാറിൽ കൊടുത്ത ആ ഒരു കവള കൂടി ചേർന്നിട്ട് നല്ല ഭംഗിയുണ്ട്, അല്ലെങ്കിൽ നല്ല കൗതുകമുണ്ട് Ather 450Xനെ കാണാനായിട്ട്. എല്ലാ ഇൻസെറ്റുകൾ എമ്പാടും കാണാം. കൂടാതെ സൈഡ് സ്റ്റാൻഡ് സ്ക്വയർ ടൈപ്പിലാണ്. മുന്നിലെ ആ ഒരു ഹെഡ് ലാമ്പ് താഴെ ആയതുകൊണ്ട് തന്നെ ഹാൻഡിൽ കൊടുത്തിട്ടുള്ള ആ ഒരു കൗളിലാണ് ഇൻഡിക്കേറ്റേഴ്സ് ഉള്ളത്. കൂടാതെ നല്ല മിററുകളുമാണ്. ചെറിയ ചെറിയ വെൻറ്റുകളൊക്കെ കാണാം. അതൊക്കെ തന്നെ ഡിസൈൻ എലമെൻറ്റ്സ് ആണ്. കൂടാതെ പിന്നിലെ ഗാർഡ് കണ്ടില്ലേ. ഇനി സെൻറ്റർ സ്റ്റാൻഡ് ഇല്ല എന്നുള്ളത് ഒരു കൗതുകമായിട്ട് പറയാം. പിന്നിലാണെങ്കിൽ മനോഹരമായ ഒരു ടൈൽ ലാമ്പ് കാണാം. ആ ടൈൽ ലാമ്പിനെ യോജിച്ച് കിടക്കുന്ന ഇൻഡിക്കേറ്ററുകളും മനോഹരമാണ്. തികച്ചും കാലികവും എന്നാൽ അധികം കണ്ടുപരിചയമില്ലാത്തൊരു ഡിസൈൻ എന്ന് സ്കൂട്ടർ ഡിസൈൻ എന്ന് Ather ഡിസൈനെ പറയാൻ പറ്റും. വലിയ ടയറുകളും ബെൽറ്റ് ഡ്രൈവും പിന്നെ കാണാം. ഹാൻഡിൽ ബാറിലെ സ്വിച്ചുകളൊക്കെ തന്നെ നല്ല ക്വാളിറ്റി ഉണ്ട്. കൂടാതെ ഹാൻഡ് ഗ്രിപ്പിൽ Ather എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. താഴെയാണ് ചാർജിങ് സോക്കറ്റ് ഉള്ളത്. കൂടാതെ ഒരു ഹുക്ക് കൂടി കാണും. വലിയൊരു സ്റ്റോറേജ് സ്പേസ് കാണാം സീറ്റിനടിയിലായിട്ട്. അതിൻ്റെ ഇരുവശത്തും ചെറിയ 2 കമ്പാർട്ട്മെൻറ്റുകളുണ്ട്. വലിയൊരു സീറ്റ് കൂടിയാണ് Atherനുള്ളത്. കൂടാതെ കാല് വയ്ക്കാനുള്ള സ്ഥലം വിശാലമാണെന്ന് കാണാം. Atherൻ്റെ ഡാഷ് എന്ന് പറയുന്നത് 7 ഇഞ്ച് കപ്പാസിറ്റീവ് ടച്ച് സ്ക്രീനാണ്. വാട്ടർ റെസിസ്റ്റൻ്റ് ആണത്. ഡസ്റ്റ് പ്രൂഫും IP65 റേറ്റുമാണത്. ആൻഡ്രോയിഡ് ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. കൂടാതെ 1 GB റാമും 8 GB സ്റ്റോറേജും ഉണ്ട്. 4G കണക്ടിവിറ്റിയും ബ്ലൂടൂത്തുമുള്ള ഈ ഡാഷ് എന്ന് പറയുന്നത് നാവിഗേഷൻ കൂടി അടങ്ങിയതാണ്. സ്പീഡോമീറ്ററിനും അല്ലെങ്കിൽ ബാറ്ററി ചാർജിനും പുറമെ നമുക്ക് നാവിഗേറ്റ് ചെയ്യാൻ കൂടി ഈ ഒരു ഡാഷ് ഉപയോഗിക്കാമെന്നുള്ളതാണ്. അപ്പോൾ തികച്ചും കാലികമായ ഒരു ഡാഷാണ് Atherൻ്റേത്. കൂടാതെ ഡ്രൈവിംഗ് ലൈസൻസ് അടക്കം അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഡോക്യുമെൻറ്റ് അങ്ങനെയുള്ള എല്ലാം തന്നെ സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി ഇതിനകത്തുണ്ട്. ഡാർക്ക് ലൈറ്റ് തീമുകൾ കൂടി കാണാം. ഹെഡ് ലാമ്പിന് നല്ല വെളിച്ചമുണ്ട്. അതുകൊണ്ട് തന്നെ രാത്രി യാത്ര തികച്ചും സുരക്ഷിതമാണെന്ന് കാണാം. ഓടിക്കാൻ രസമുള്ള സ്കൂട്ടർ എന്ന് Atherനെ ലളിതമായിട്ട് പറയാം. അപ്പോൾ ഒരു ദിവസം ഉപയോഗിച്ചപ്പോൾ Atherൻ്റെ ഒരു കാര്യമായിട്ട് തോന്നിയത് ഒന്ന് വാങ്ങിച്ചാലോ എന്ന് തന്നെയാണ്. അതുതന്നെയാണ് ഈ ഒരു വീഡിയോയുടെ രത്ന ചുരുക്കം. അപ്പോൾ മികച്ച ഒരു ഇലക്ട്രിക് സ്കൂട്ടറാണ് Ather 450X. അങ്ങനെ കറക്കം കഴിഞ്ഞ് വീടെത്തി. അപ്പോൾ പതിവ് പോലെ ഈ ഒരു വീഡിയോ ഉപയോഗപ്പെട്ടെന്ന് തന്നെ കരുതാണ്. അങ്ങനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെല്ലേക്ക് ക്ലിക്ക് ചെയ്യാൻ നല്ല നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അതുപോലെ ഇൻസ്റ്റാഗ്രാം പേജ് ഫേസ്ബുക്ക് ലൈക്ക് ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നമ്മൾ ഇന്ധനം അറിയാലോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതിലേക്കും നന്ദി. അതിനു മുന്നേ ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നന്മകൾ പുലരട്ടെ. നന്ദി, നമസ്കാരം.